ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധിയെഴുതും. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കനത്ത പ്രത്യാഘാതമുണ്ടാക്കിയ സന്ദേശ് ഖാലി ഉൾപ്പെടുന്ന ബാസിർഹട്ട് മണ്ഡലവും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തുകയാണ്. കർഷക പ്രക്ഷോഭം ആളിക്കത്തുന്ന പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിലും ഹിമാചൽ പ്രദേശിലെ മുഴുവൻ സീറ്റുകളിലും മറ്റന്നാളാണ് വോട്ടെടുപ്പ്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. നിതിൻ, ഇപ്പോൾ ഈ കലാശ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. അവസാനഘട്ട വോട്ടെടുപ്പിന് വേണ്ടി രാജ്യം ഒരുങ്ങുകയാണ്. എന്തൊക്കെയാണ് ഈ പരസ്യപ്രചാരണത്തിന് സമാപനമാകുമ്പോൾ എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് നൽകാനുള്ളത്? ഏതൊക്കെ സീറ്റുകൾ, 57 സീറ്റുകളിലാണ് ഇനി പോളിംഗ് നടക്കാനുള്ളത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, 2.5 മാസത്തെ വാശിയേറിയ പ്രചരണത്തിന് ഇനി അല്പസമയത്തിനും തന്നെ കലാശക്കൂട്ടിലേക്ക് പോവുകയാണ്. വൈകാതെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഈ പ്രചരണത്തിന്റെ അവസാന ദിവസം പഞ്ചാബിലായിരുന്നു ഉണ്ടായിരുന്നത്. പഞ്ചാബിലെ 13 മണ്ഡലങ്ങൾ, അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശ് കൂടാതെ ഉത്തർപ്രദേശ്, അതോടൊപ്പം ബീഹാർ, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ 7ാം ഘട്ടത്തിലേക്ക് വോട്ടെടുപ്പിൽ പോകുന്നുണ്ട്. 57 മണ്ഡലങ്ങളാണ് ഇനിയിപ്പോൾ ജനവിധി തേടാൻ പോകുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, BJPക്ക് ഏറെ സ്വാധീനമുള്ള വാരണാസി ഉൾപ്പെടുന്ന പൂർവാഞ്ചൽ മേഖല. വാരണാസിയിലെ സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 3ാം തവണയാണ് പ്രധാനമന്ത്രി വാരണാസിയിൽ ജനവിധി തേടുന്നത്. പൂർവാഞ്ചൽ മേഖലയിലെ 13 സീറ്റുകൾ, അതോടൊപ്പം തന്നെ ബംഗാളിൽ 9 സീറ്റ്. ഈ 9 സീറ്റിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു 2019. ഇത്തവണത്തെ രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണെന്നത് ഏറെ കൗതുകമാണ്. പ്രത്യേകിച്ചും സന്ദേശ് ഖാലി ഉൾപ്പെടുന്ന വിഷയമെല്ലാം തന്നെ പ്രധാനപ്പെട്ട ചർച്ചയായി BJP ഉയർത്തിക്കാട്ടിയ ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണ സന്ദേശ് ഖാലി ഉൾപ്പെടുന്ന ബാസിർഹട്ട് മണ്ഡലം, അതോടൊപ്പം തന്നെ ബംഗാൾ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതെല്ലാം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായിരിക്കും. അതോടൊപ്പം മറ്റൊന്ന് പഞ്ചാബിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. കർഷക പ്രക്ഷോഭം ഏറ്റവും കൂടുതൽ ശക്തിയേറിയ സമരമായി തുടരുന്ന ഒരു സംസ്ഥാനമാണ്. BJP ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടുന്ന ഒരു സംസ്ഥാനമാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വാശിയേറിയ ഒരു പ്രചരണമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി പഞ്ചാബിലും അതോടൊപ്പം തന്നെ ഒഡീഷയിലും ഉണ്ടായിരുന്നു. BJP ദേശീയ അധ്യക്ഷൻ പഞ്ചാബ് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രചരണം നടത്തിയത്. അങ്ങനെ ഈ അവസാന ഘട്ടത്തിലും ഈ പഞ്ചാബിലെ വോട്ടുകൾ പരമാവധി BJPയിലേക്ക് എത്തിക്കാനുള്ള നീക്കം തന്നെയാണ് BJPയുടെ ഭാഗത്തുനിന്നും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തെത്തിയുള്ള നടപടികളും നടന്നു വരികയായിരുന്നു. അല്പസമയത്ത് തന്നെ കലാശക്കോട്ടിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 7 ഘട്ടങ്ങളിലായി നമുക്കറിയാം പോളിംഗ് ശതമാനം താരതമ്യേന കുറവാണ്. അത് BJPക്കും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം രാജ്യം ആർക്കൊപ്പം നിൽക്കുമെന്നത് 4ാം തീയതി മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിൽ അവരുടേതായ കണക്കൂട്ടലിലേക്ക് ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും കടന്നിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ 270-ലധികം സീറ്റുകൾ നേടുമെന്നൊരു പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യം അടക്കം വെച്ചു പുലർത്തുന്നത്. BJP ആണെങ്കിൽ 400-ലധികം സീറ്റുകൾ നേടുമെന്നൊരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നെങ്കിലും ആദ്യഘട്ടത്തിലുണ്ടായ ഒരു പ്രതീക്ഷ എന്തെങ്കിലും BJP ക്യാമ്പിൽ സംബന്ധിച്ച് കുറവുണ്ട്. ഒരുപക്ഷെ ഒരു 350 സീറ്റിലേക്കെല്ലാം എത്തുന്നൊരു കണക്കൂട്ടിലാണ് BJP അടക്കം ഇപ്പോഴും വെച്ചു പുലർത്തുന്നത്. എന്തായാലും ഈ 7ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രാജ്യം ആർക്കൊപ്പം നിൽക്കുമെന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു. അതിന്റെ അവസാനഘട്ട പ്രചരണത്തിന്റെ മണിക്കൂറുകളിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും പ്രചരണത്തിലായി രംഗത്തുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി പഞ്ചാബ് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രചരണം നടത്തിയിരുന്നത്. എന്തായാലും കർഷക പ്രക്ഷോഭം നടക്കുന്ന പഞ്ചാബ് മനസ്സ് ആർക്കൊപ്പം നിൽക്കും, അതോടൊപ്പം തന്നെ ബംഗാളിൽ BJPക്ക് ചുവടുറപ്പിക്കാൻ പറ്റുമോ, ഇനി അഥവാ ഉത്തർപ്രദേശിൽ പ്രതിപക്ഷ സഖ്യത്തിന് മുന്നേറ്റം നടത്താൻ സാധിക്കുമോ, ഈ അടക്കമുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ജൂൺ 4-ന് ഒരു ഉത്തരം കിട്ടും. അതിന്റെ ഭാഗമായുള്ള പ്രചരണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഗോപി, ശരി, അവസാന ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണത്തിന് സമാപനമാവുകയാണ്. നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വിധിയെഴുതാൻ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ, ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.